സോ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്ലെയിൻ സർഫസുകൾ, അതായത് ജനറലായിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയിൻ സർഫസുകളും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്, അതിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താണ്, അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടി പാസ് ചെയ്യുന്ന ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്, അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ബേസ് ആക്സിസ് ആയിട്ട് എടുക്കുമ്പോൾ എത്രയാണ് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ അങ്ങനെ കുറച്ച് ഫോർമുലാസ് ആണ് നമ്മൾ ഈ ഒരു ഇതിൽ കാണുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പ്ലെയിൻ സർഫസ് ആണ് റെക്റ്റാങ്കിൾ. സോ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ബി അല്ലെങ്കിൽ ബേസിൻ്റെ വിഡ്ത്ത് ബി, അതിൻ്റെ ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ് ഡി ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കുലാർ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും, ബേസിൽ നിന്ന് എത്ര ഹൈറ്റിലായിരിക്കും. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ഡി ബൈ ടു ഡിസ്റ്റൻസിലായിരിക്കും അല്ലേ. ഡി ബൈ ടു, ഈ ഡി ബൈ ടു ഡിസ്റ്റൻസിലായിരിക്കും എന്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ബേസിൽ നിന്ന് ഡി ബൈ ടു ഹൈറ്റിലാണ്. അതുപോലെ നമ്മൾ ഈ ഒരു വിഡ്ത്ത് എന്നാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ആയിരിക്കും, ബി ബൈ ടു ആയിരിക്കും അല്ലേ. അപ്പോൾ ബി ബൈ ടു ഡി ബൈ ടു എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. അതുപോലെ ഏരിയ എന്തായിരിക്കും, ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് ബി ഡി എന്ന് പറയുന്ന ഫോർമുല ആയിരിക്കും. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു ബേസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബേസ് എന്താണത്, ഈ ഒരു സൈഡാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ജിയിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഈ ആക്സിസ്, ഇതാണ് ആക്സിസ്. അപ്പോൾ ഈ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ട് എത്രത്തോളം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ബി ഡി ക്യൂ ബൈ 12. ബി ഡി ക്യൂ ബൈ 12 അല്ലെ. ആക്സിസ് ബിക്ക് പാരലാണ് അല്ലേ, ബി എന്ന് പറയുന്ന സൈഡ് ബി ലെങ്ത് ഉള്ള സൈഡിന് പാരലാണ്. സോ അതുകൊണ്ട് ബി ഡി ക്യൂ ബൈ 12 അല്ലേ. അല്ലെങ്കിൽ ഈ ആക്സിസ് ഡി എന്ന് പറയുന്ന അല്ലേ ഈ ഒരു ഹൈറ്റിന് പെർപെൻഡിക്കുലർ ആണ് ഈ ഒരു ആക്സിസ്, അപ്പോൾ ക്യൂബ് വരും, ബി ഡി ക്യൂബ് ബൈ 12. ഓക്കെ. ദെൻ സിമിലർലി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ബേസ്. അപ്പോൾ ഈ ബേസ് ഒരു ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ബേസിനെ നമ്മൾ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതിൻ്റെ ഇക്വേഷനാണ് ബി ഡി ക്യൂ ബൈ 3. ബി ഡി ക്യൂ ബൈ 3. അപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ബേസ് ബി ആണ്, അതിൻ്റെ ഹൈറ്റ് എച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എത്രയായിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ 3 ആയിരിക്കും. ഇതിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ 3 ആയിരിക്കും. അത്രയും ഡിസ്റ്റൻസിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. ദെൻ ഏരിയ എന്തായിരിക്കും, ബി എച്ച് ബൈ 2 അല്ലെ, ഹാഫ് ബി എച്ച് എന്ന് പറയും. ദെൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു ബേസ്, അതായത് ബേസിന് പാരലലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ആക്സിസ്, ഇതുപോലൊരു ആക്സിസ്, ഈ ഒരു ആക്സിസ്, ആ ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്, ബി എച്ച് ക്യൂബ് ബൈ 36 ആണ്, ബി എച്ച് ക്യൂബ് ബൈ 36. ഇനി ബേസിന് വിത്ത് റെസ്പെക്ട് ആണെങ്കിലോ, അതായത് ഈ ബേസ് അല്ല, ഇതാണ് ബേസ് എന്ന് പറയുന്നത്, ബേസിന് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും, അതാണ് ബി എച്ച് ക്യൂബ് ബൈ 12. അപ്പോൾ ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലംസിൽ യൂസ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ് ഷേപ്സിൻ്റെയും ഈ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യണം, അത് ഫെമിലിയർ ആയിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് അറിയാനുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ഷേപ്പുകളാണ്. ഒന്ന് സർക്കിൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സർക്കിളിന് നമുക്കറിയാം ഡയമീറ്റർ ഡി ആണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും, ഇതിൻ്റെ സെൻറ്റർ ആയിരിക്കും, അതായത് ഈ ഒരു ബേസിൽ നിന്ന് എത്ര ഹൈറ്റിലായിരിക്കും, ഡി ബൈ 2 ഡിസ്റ്റൻസിലായിരിക്കും അല്ലേ, ഡി ബൈ 2 ഡിസ്റ്റൻസിലായിരിക്കും അല്ലെ. രണ്ട് ഡയഗണൽ കട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആയിരിക്കും, അത് ഡി ബൈ 2 ഡിസ്റ്റൻസിലായിരിക്കും. ദെൻ ഏരിയ എന്താണ്, പൈ ഡി സ്ക്വയർ ബൈ 4 അല്ലേ, പൈ ഡി സ്ക്വയർ ബൈ 4. ഓക്കെ. ദെൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി
ആൻഡ് പാരലൽ ടു ബേസ്. അപ്പോൾ ബേസിന് പാരലലും അല്ലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണെന്ത് പൈ ഡി റൈസ് ടു 4/64. പൈ ഡി റൈസ് ടു 4/64. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ പ്ലെയിൻ സർഫസ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എത്രയാണ്? പൈ ഡി റൈസ് ടു 4/64 ആണ്. പൈ ഡി റൈസ് ടു 4/64 മറക്കരുത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഷേപ്പ് ട്രപ്പീസിയം ആണ്. ട്രപ്പീസിയം. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താണ് അല്ലെ? രണ്ട് സൈഡ് പാരലലാണ് അല്ലെ. ഈ ഒരു സൈഡും ഈ സൈഡും പാരലലാണ്. മറ്റ് രണ്ട് സൈഡുകൾ എന്താണ്? പാരലൽ അല്ല, അല്ലെങ്കിൽ നോൺ പാരലൽ ആണ്. ഓക്കെ, അല്ലെങ്കിൽ അൺപാരലൽ ആണ്. ഓക്കെ, സോ രണ്ട് സൈഡ് പാരലലാണ്, രണ്ട് സൈഡുകൾ അൺപാരലലാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പാരലൽ സൈഡുകൾ തമ്മിലുള്ള ഹൈറ്റിന് അല്ലെങ്കിൽ പാരലൽ സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എച്ച് എന്ന് പറയും, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ട്രപ്പീസിയം എന്ന് പറയും. ഓക്കെ, ദെൻ ഫസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് എ ആണ്, ബിഗ്ഗർ സൈഡിൻ്റെ ലെങ്ത് ബി ആണ്. ഓക്കെ, ദെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? ഈ ഒരു പ്ലെയിൻ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? സോ അതിൻ്റെ ഇക്വേഷൻ ആണ് എക്സ് ഇസ് ഈക്വൽ ടു 2a plus b divided by a plus b into h by 3. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലത്തിൽ വരാം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. 2a plus b divided by a plus b into h by 3. അതാണത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ബേസിൽ നിന്ന്. ദെൻ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. അത് നമ്മൾ 10th പഠിക്കുന്നതാണ്. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ദെൻ moment of inertia about axis passing through the center of gravity. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ ഒരു ആക്സിസ് ഇതുപോലെ പാസ് ചെയ്യുവാണെങ്കിൽ ആ ആക്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ട്രപ്പീസിയം അല്ലെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു a square plus 4ab plus b square divided by 36 into a plus b the whole into h cube. വളരെ വലിയ ഇക്വേഷൻ ആണ്. സോ a square plus 4ab plus b square divided by 36 into a plus b into h cube. സോ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഷേപ്പുകളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സർഫസിൻ്റെ ഷേപ്പ് ഈ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആവശ്യമാണ്. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ പ്രോബ്ലം 3.1 എ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ഈസ് 2 meter wide and 3 meter deep. It lies in vertical plane in water. Determine the total pressure and position of center of pressure on the plane surface when its upper edge is horizontal and first case coincides with the water surface, second case 2.5 meter below the free water surface. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ഉണ്ട് അല്ലെ, ഒരു റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ഉണ്ട്. ഇറ്റ് ഈസ് 2 meter വൈഡ്, അതിൻ്റെ വിഡ്ത്ത് 2 meter ആണ്. ഡെപ്ത് മീൻസ് ഈ ഒരു ഹൈറ്റ് അത് 3 meter ആണ്. സോ ഇറ്റ് ലൈസ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ അത് വെർട്ടിക്കൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതൊരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ഇൻക്ലൈൻഡ് അല്ല, അതുപോലെ കർവ്ഡ് അല്ല അല്ലെ, അതൊരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ദെൻ ഡിറ്റർമിൻ ദി ടോട്ടൽ പ്രഷർ. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം പറയുന്നത്. ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്താണ് അല്ലെ, നമുക്കറിയാം റോ ജി ഇൻറ്റു എ എച്ച് ബാർ. റോ ജി ഇൻറ്റു എ എച്ച് ബാർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ, ഈ പ്രഷർ ഫോഴ്സ്
ആക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ഫോഴ്സ്, അതിനാണ് നമ്മൾ സെൻട്രൽ പ്രഷർ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. സെൻട്രൽ പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? IG ബൈ AH ബാർ പ്ലസ് H ബാർ അല്ലെ, IG ഡിവൈഡ് ബൈ AH ബാർ പ്ലസ് H ബാർ, അതാണ് നമ്മുടെ സെൻട്രൽ പ്രഷർ. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ പ്രഷർ ഓൺ ദ പ്ലെയിൻ സർഫസ് വെൻ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെൻ ഇറ്റ്സ് അപ്പർ എഡ്ജ് ഈസ് ഹൊറിസോണ്ടൽ. അപ്പോൾ അപ്പർ എഡ്ജ്, ഏറ്റവും അപ്പർ എഡ്ജ് എന്ന് വെച്ചാൽ ടോപ്പിലുള്ള എഡ്ജ് ഹൊറിസോണ്ടൽ ആണ് അല്ല, അപ്പോൾ നേരെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ട് ആണെന്ന് പറഞ്ഞെങ്കിലോ ഇങ്ങനെ വന്നേനെ. ഓക്കെ, ഇംഗ്ലണ്ട് ആയിരുന്നെങ്കിൽ ടോപ്പ് സർഫസ് ഇങ്ങനെ ഇംഗ്ലണ്ട് ആയിട്ട് നിന്നേനെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ റെക്റ്റാങ്കിൾ. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഹൊറിസോണ്ടൽ ആണ്. സോ ഒരു സ്ട്രൈറ്റ് ആയിട്ട് നേരെ നിൽക്കുന്ന ഒരു അല്ലെ റെക്റ്റാങ്കുലർ സർഫസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഫസ്റ്റ് കേസ് അവർ പറയുന്നുണ്ട് ആ ടോപ്പ് എഡ്ജ്, ആ ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന ടോപ്പ് എഡ്ജ് ഫ്രീ വാട്ടർ സർഫസുമായിട്ട് അല്ലെ, വാട്ടർ സർഫസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, വാട്ടർ സർഫസിൽ കോയിൻസൈഡ് ചെയ്യുകയാണ്. ഓക്കെ, സെക്കൻഡ് കേസിൽ അവർ പറയുന്നു ഈ ഫ്രീ എന്താണ് ഈ ഒരു എഡ്ജ്, ഈ റെക്റ്റാങ്കിളിന്റെ എഡ്ജ് എവിടെയല്ല, ഫ്രീ സർഫസിലല്ല, സർഫസിൽ നിന്ന് കുറെ താഴെയാണ്. സർഫസിൽ നിന്ന് 2.5 മീറ്റർ താഴെയാണ് അല്ലെ, ഇതിങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുമല്ല, ഒരുപാട് താഴെയാണ്. അപ്പോൾ താഴോട്ട് വരും, താഴോട്ട് ഈ രീതിയിൽ റെക്റ്റാങ്കിളായിട്ട് വരും, ഈ രീതിയിൽ റെക്റ്റാങ്കിളായിട്ട് വരും. ഓക്കെ, സോ ഈ രണ്ട് കേസിലും ജസ്റ്റ് നമുക്ക് ടോട്ടൽ പ്രഷർ ഫോഴ്സും നമ്മുടെ സെന്റർ ഓഫ് പ്രഷറും, ഈ രണ്ട് സാധനമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡയഗ്രാം വരയ്ക്കണം അല്ലെ, ഈ ഒരു ഫിഗർ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു ഫിഗർ നമ്മൾ വരയ്ക്കണം അല്ലെ. റെക്റ്റാങ്കുലർ ആണ്, അതുപോലെ തന്നെ അതിൽ മാർക്ക് ചെയ്യേണ്ടത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. നമ്മൾ ഫോർമുല പഠിച്ചു കഴിഞ്ഞു. എവിടെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക അല്ലെ, ബേസ് ഒന്ന് D/2 ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ബൈ 2 അല്ലെ, 3 മീറ്റർ ബൈ 2 ഡിസ്റ്റൻസിൽ ആണ് എന്ത് വരിക, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അതെവിടെ ആയിരിക്കും, അതായത് ഇവിടെ നിന്ന് എന്താണ് 2 മീറ്ററിന്റെ 1 മീറ്റർ ഈ ഒരു ഡിസ്റ്റൻസിലും, ഇവിടെ നിന്ന് മുകളിൽ നിന്ന് അല്ലെങ്കിൽ താഴ്ന്ന് 3/2 ഡിസ്റ്റൻസിലും അല്ലെ. അപ്പോൾ റെക്റ്റാങ്കിളിന്റെ സെൻറ്റർ മാർക്ക് ചെയ്യാൻ നമുക്കറിയാം. സോ അതായിരിക്കും അതിന്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ദെൻ അതിന് താഴെ എന്താണ്, അതേ ലൈനിൽ തന്നെ ഒരു P സ്റ്റാർ അല്ലെ. സോ ഒരു P എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. ഫ്രീ സർഫസിൽ നിന്ന് P വരെയുള്ള ഡിസ്റ്റൻസ് ആണ് H സ്റ്റാർ, അത് നമ്മൾ ലേബൽ ചെയ്യുക. അതുപോലെ G സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ഫ്രീ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് H ബാർ, അത് നമ്മൾ മാർക്ക് ചെയ്യുക. സോ ഈ റെക്റ്റാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ് ബേസ്, ദെൻ ഇതാണ് നമ്മുടെ ഹൈറ്റ്. സോ നമുക്കറിയാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ഉണ്ടാവും അല്ലെ. ഫ്രീ സർഫസ് ഓഫ് വാട്ടറിന് പാരലൽ ആയിട്ട് ഒരു ആക്സിസ് ഇതുവഴി G കൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. അതിന് നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയും. അപ്പൊ IG എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. IG മീൻസ് എന്താണ്, ഇറ്റ് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സർഫസ്. ഏത് സർഫസിന്റെ ആണോ സെൻറ്റർ ഓഫ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ സർഫസിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടി പാസ് ചെയ്യുന്ന അല്ലെ ഫ്രീ സർഫസിന് പാരലൽ ആയിട്ടുള്ള ആക്സിസിനാണ് നമ്മൾ ഈ ഒരു പാരലൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്ട് ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണെന്ത്, IG എന്ന് പറയുന്നത് അല്ലെ. സോ ആ IG നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, നൗ ജസ്റ്റ് ഗീവൺ ഡേറ്റാസ് നമുക്ക് എഴുതി വെക്കാം. വിഡ്ത്ത് ഓഫ് ദി പ്ലെയിൻ സർഫസ് വന്നിട്ടുണ്ട് 2 മീറ്റർ, ഡെപ്ത് ഓഫ് ദി പ്ലെയിൻ സർഫസ് വന്നിട്ടുണ്ട് D is equal to 3 meter. So we have to find out what the pressure force അല്ലെ, total pressure or pressure force F is equal to rho G into H bar. Rho G into H bar, rho നമുക്കറിയാം 1000 kilogram per meter cube, it is a water. So then G 9.81 meter per second square, യൂണിറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും നമുക്കറിയാം അല്ലെ, B into D. ഇത് B ആണ്, ഇത് D ആണ് അല്ലെ. B is the width and D is the depth. So B into D 6 meter square, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ദെൻ H bar എന്താണ്, H bar is the distance to the center of gravity from the free surface. ഫ്രീ സർഫസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ഡിസ്റ്റൻസ് ആണ് H bar. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ഇവിടെ, ഇത് ടോട്ടൽ 3 ആണ്. നമുക്കറിയാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് എവിടെയാണ്, ഡെപ്ത് ബൈ 2 അല്ലെ, B/2 D/2 സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം.
സോ നമുക്കറിയാവുന്നതാണ് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഈ ഒരു എച്ച് ബാർ എത്രയായിരിക്കും, 3/2 അഥവാ 1.5 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. റോ ജി ഇൻറ്റു എ എച്ച് ബാറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത്രയും ന്യൂട്ടൺ എന്ന് കിട്ടും. യൂണിറ്റ് എന്നാണ് അല്ലെ, ഫോഴ്സിന് യൂണിറ്റ് എപ്പോഴും ന്യൂട്ടൺ. സോ ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ, അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രഷറിന്റെ പൊസിഷൻ പി അല്ലെ, എത്ര താഴെയാണ്, എത്ര ഡെപ്തിലാണ്, അതാണ് എച്ച് സ്റ്റാർ എന്ന് പറയുന്നത്. ഫ്രീ സർഫസ് നിന്ന് സെന്റർ ഓഫ് പ്രഷർ അല്ലെ, പ്രഷർ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ ഡെപ്ത് എത്രയാണ്. സോ എച്ച് സ്റ്റാർ ഈക്വൽ ടു ഐ ജി ഡിവൈഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഓക്കെ, സോ നമുക്കറിയാം അത് സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എപ്പോഴും താഴെ ആയിരിക്കും. കാരണം എന്താണ്, ഈ ഒരു എക്സ്പ്രഷനിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി എച്ച് ബാറിലാണ്, എച്ച് ബാറിനെ കാട്ടിയും കൂടുതലാണ് കേട്ടോ, പ്ലസ് സം വാല്യൂ. അതുകൊണ്ട് എന്തായിരിക്കും, എച്ച് ബാറിനെ കാട്ടി എപ്പോഴും കൂടുതലായിരിക്കും, താഴെയായിരിക്കും. ഓക്കെ, അപ്പോൾ എച്ച് സ്റ്റാർ എന്താണ്, എപ്പോഴും എച്ച് ബാറിനെ കാട്ടിയും കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ സോ നമുക്ക് ഐ ജി ആണ് വേണ്ടത്. ഐ ജി ഇസ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഏരിയ സർഫസ് അല്ലെ, ഈ ഒരു സർഫസിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്യുന്ന ആക്സിന് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്, ബി ഡി ക്യൂ ബൈ 12 അല്ലെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്യുന്നതിന്റെ ആക്സിന് വിത്ത് റെസ്പെക്ട് ഉള്ള എന്താണ്, ബി ഡി ക്യൂ ബൈ 12 നമ്മൾ ആൾറെഡി കണ്ടതാണ് അല്ലെ. സോ ബിയുടെ വാല്യൂ എത്രയാണ്, 2 മീറ്റർ, ഡിയുടെ വാല്യൂ 3 meter, so 3 cube by 12, so we will get 4.5 meter raised to the power 4. കണ്ടോ, സെന്റർ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് കണ്ടോ, മീറ്റർ റൈസ് ടു ദ പവർ 4. സോ ആ വാല്യൂ ഞാൻ എച്ച് സ്റ്റാറിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എച്ച് സ്റ്റാർ ഈക്വൽ ടു ഐ ജി ഡിവൈഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ എന്നാണ്. സോ എച്ച് സ്റ്റാർ ഈക്വൽ ടു ഐ ജി 4.5, A area is 6, then h bar 1.5 plus h bar ആണ് plus 1.5. So finally you will get 2 meter ഡിസ്റ്റൻസിലായിരിക്കും. ഫ്രീ സർഫസിൽ നിന്ന് 2 മീറ്റർ താഴെയാണ് എന്ത്, സെന്റർ ഓഫ് പ്രഷർ വരിക. ഫ്രീ സർഫസിൽ നിന്ന് 1.5 മീറ്റർ താഴെയാണ് എന്ത് വരിക, നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നിൽക്കുന്നത്. ഓക്കെ, സോ സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. സെക്കൻഡ് കേസ് എന്താ പറയുന്നത്, അപ്പർ എഡ്ജ് ഈസ് 2.5 മീറ്റർ ബിലോ ദി വാട്ടർ സർഫസ്. സോ അപ്പർ എഡ്ജ് അല്ലെ, റെക്ടാങ്കുലർ സർഫസിന്റെ അപ്പർ എഡ്ജ് വാട്ടർ സർഫസിലല്ല, വാട്ടർ സർഫസിൽ നിന്ന് 2.5 മീറ്റർ താഴെയാണ്. സോ ഇക്വേഷൻസ് ഒന്നും മാറുന്നില്ല, ജസ്റ്റ് വാല്യൂസ് വിൽ ബി ചേഞ്ച്ഡ്, എച്ച് ബാർ വിൽ ബി ചേഞ്ച്ഡ്. സോ അതർ വാല്യൂസ് വിൽ ബി സെയിം. നമുക്ക് നോക്കാം എത്രയായിരിക്കുമെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, റോ ജി ഇൻറ്റു എച്ച് ബാർ ആണ്. നമുക്ക് എച്ച് ബാർ എത്രയെന്ന് നോക്കാം. എച്ച് ബാർ എത്രയാണ്, ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ഫ്രീ സർഫസ്. അപ്പോൾ ഫ്രീ സർഫസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എച്ച് ബാർ എന്ന് പറയുന്നത്. സോ എച്ച് ബാർ എത്രയായിരിക്കും, സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ എന്താണ്, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2.5 മീറ്റർ പ്ലസ് അല്ലെ, പിന്നെ ഇവിടെ നിന്ന് അല്ലെ, ഈ ഒരു ബേസിൽ നിന്ന് ഇതുവരെ എത്താനുള്ള ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും അത്, 3/2 ആയിരിക്കും. സോ 2.5 പ്ലസ് 3/2 അല്ലെ, അതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 മീറ്റർ. സോ എച്ച് ബാർ വിൽ ബി ചേഞ്ച്ഡ്. ദെൻ എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ എച്ച് ബാർ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എച്ച് ബാറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ന്യൂ ഫോഴ്സ് അല്ലെ, പ്രഷർ ഫോഴ്സ് പുതിയ വാല്യൂ നമുക്ക് കിട്ടും. രണ്ടാമത്തെ കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ദെൻ സെന്റർ ഓഫ് പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. സോ സെന്റർ ഓഫ് പ്രഷർ എച്ച് സ്റ്റാർ ഈസ് ഗിവൺ ആസ് ദി ഡിസ്റ്റൻസ് ടു ദി സെന്റർ ഓഫ് പ്രഷർ ഫ്രം ദി സെന്റർ ഓഫ് പ്രഷറിലേക്ക് വാട്ടർ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലെ, ഫ്രം ദി വാട്ടർ സർഫസ്, from the free surface of the water. So H star is equal to Ig divided by H bar plus H bar. So അതിനകത്ത് നമുക്ക് എച്ച് ബാറിന്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ് അല്ലെ കഴിഞ്ഞതിൽ നിന്ന്. സോ എച്ച് ബാറിന്റെ ന്യൂ വാല്യൂ എത്രയാണ്, 4 ആണ്. സോ വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട്, സോ വി വിൽ ഗെറ്റ് 4.5 ഡിവൈഡ് ബൈ, സോ ഐ ജി സെയിം തന്നെയാണ് അല്ലെ, ഐ ജി ഇസ് ദി ജിയോമെട്രിക് പ്രോപ്പർട്ടി ആണ്. സോ എച്ച് ബാർ ഈക്വൽ ടു, സോ എച്ച് സ്റ്റാർ ഈക്വൽ ടു 4.5 ഡിവൈഡ് ബൈ 6 into 4 plus 4.
സോ ഒരു ന്യൂ വാല്യൂ നമുക്ക് കിട്ടും 4.1875 മീറ്റർ. 4.1875 മീറ്റർ. ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ, നമ്മുടെ എച്ച് ബാർ എന്താണ് 4 മീറ്റർ ആണ്, എച്ച് സ്റ്റാർ എത്രയാണ് 4.1875 ആണ്. മീൻസ് എന്താണ്, എച്ച് സ്റ്റാർ എപ്പോഴും കൂടുതലായിരിക്കും അല്ലേ, കാരണം എന്താണ് പ്ലസ് സം വാല്യൂ ആണ് അല്ലേ. സോ ഈ ഒരു വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല അല്ലേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ നെഗറ്റീവ് വരില്ല, ഏരിയ നെഗറ്റീവ് വരില്ല, എച്ച് സ്റ്റാർ അല്ലെങ്കിൽ എച്ച് ബാറിന്റെ വാല്യൂ നെഗറ്റീവ് വരില്ല. സോ ഈ ഒരു ക്വാണ്ടിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി എച്ച് സ്റ്റാർ അല്ലേ ആൾവേസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എന്ത് എച്ച് ബാർ. സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മളൊരു സിമിലർ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൺലി ദ ഷേപ്പ് ഈസ് ചേഞ്ചിങ്. പ്ലെയിൻ സർഫസിന്റെ ഷേപ്പ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഡിറ്റർമിൻ ദി ടോട്ടൽ പ്രഷർ ഓൺ എ സർക്കുലർ പ്ലേറ്റ്. സോ നേരത്തെ റെക്ടാങ്കുലർ പ്ലേറ്റ് ആയിരുന്നു, ഇവിടെ എന്താണ് സർക്കുലർ പ്ലേറ്റ് ആണ്. ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ 1.5 മീറ്റർ വിച്ച് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി. സോ ഇതും വെർട്ടിക്കൽ സർഫസ് തന്നെയാണ്. റെക്ടാങ്കുലർ സർഫസ് നേരത്തെ വെർട്ടിക്കൽ ആയിരുന്നു, നമ്മുടെ സർക്കുലർ പ്ലേറ്റ്, ഈ സർക്കുലർ പ്ലേറ്റ് എന്താണ് വെർട്ടിക്കൽ ആണ്. സി വെർട്ടിക്കലിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടുള്ളത് അല്ലെ. ദാറ്റ് ഈസ് റോ ജി ഇൻറ്റു എ എച്ച് ബാർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. സോ വെർട്ടിക്കൽ സർഫസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് വെർട്ടിക്കൽ ഇൻ വാട്ടർ such a way that center of the plate അല്ലെ, center of the circular plate is 3 meter below the free surface of the water. ഫ്രീ സർഫസിൽ നിന്ന് 3 മീറ്റർ താഴെയാണ് എന്ത് center of the plate. Find the position of the center of pressure. Center of pressure ഉറപ്പായിട്ടും center of gravity താഴെ ആയിരിക്കും അല്ലെ. സോ പി center of pressureന്റെ പൊസിഷൻ ഫ്രം ദി ഫ്രീ സർഫസ്, അതായത് എച്ച് സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ ഏരിയ വിൽ ബി calculated as area is equal to pi by 4 d square, that is equal to 1.767 meter square. അപ്പോൾ ഏരിയ നമുക്ക് ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ എച്ച് ബാർ എന്താണ്, എച്ച് ബാർ ഇസ് ഡിസ്റ്റൻസ് ടു ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ഫ്രീ സർഫസ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് 3 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. സർക്കുലർ പ്ലേറ്റ് എവിടെയാണ്, ഫ്രീ സർഫസിൽ നിന്ന് 3 മീറ്റർ താഴെയായിട്ടാണ് സർക്കുലർ പ്ലേറ്റിന്റെ സെന്റർ ഉള്ളത്. സർക്കുലർ പ്ലേറ്റിന്റെ സെന്റർ തന്നെയാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. സോ ദാറ്റ് ഓൾസോ വി നോ 3 മീറ്റർ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ. സോ എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എച്ച് ബാർ. റോ ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ജി ഈസ് 9.81 meter per second square. Then area is 1.767 meter square. Then h bar is 3 meter. So നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത്രയും ന്യൂട്ടൺ. അതാണ് നമ്മളുടെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സർഫസ്. ഈ ഒരു സൈഡിലാണ് നമ്മൾ പറയുന്നത്, സർഫസിന്റെ വൺ സൈഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ഇത്രയും ആയിരിക്കും. അതേ പ്രഷർ ഫോഴ്സ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ ഒരു സർക്കുലർ പ്ലേറ്റ് കംപ്ലീറ്റ്ലി രണ്ട് സൈഡും വാട്ടറുമായി കോണ്ടാക്ട് വരികയാണ്, വെർട്ടിക്കലുമാണെങ്കിൽ രണ്ട് സൈഡിലും ഇതേ ഫോഴ്സ് തന്നെ ആക്ട് ചെയ്യുന്നുണ്ടാവും. അത് തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ടാണ് അത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത്. ദെൻ ഇതൊരു വോൾ ആണെങ്കിലോ, ഇതൊരു സൈഡ് വോളിലുള്ള ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ടാപ്പ് പോലത്തെ ഒരു സാധനമാണെങ്കിലോ അതിൽ എന്തായാലും വൺ സൈഡിൽ നല്ല രീതിയിലുള്ള ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, ഇത്ര എമൗണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. ദെൻ പൊസിഷൻ ഓഫ് ദി സെന്റർ ഓഫ് പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Position of center of pressure H star equal to, we know that H bar plus Ig divided by H bar ആണ്. What is Ig? Ig is the moment of inertia of the surface അല്ലെ. സർഫസിന്റെ moment of inertia about ഏത് ആക്സിസ്, about centroidal axis parallel to free surface. ഫ്രീ സർഫസിന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻട്രോ ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള moment of inertia ആണ്. സോ ഫോർ എ സർക്കിൾ അല്ലെങ്കിൽ ഫോർ എ സർക്കുലർ പ്ലേറ്റ് Ig ഈക്വൽ ടു പൈ ഡി റേസ്റ്റ് 4/64 ആണ്. പൈ ഡി റേസ്റ്റ് 4/64. ഇഫ് യു give the value of d, we will get 0.2485. അത്രയും meter raised to the power 4. Meter raised to the power 4. Okay. So substituting the value of Ig യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H star equal to 0.2485 divided by 1.767 into 3.
plus 3, so that we will get 3.0468 അല്ലേ. സോ നമുക്കറിയാം എച്ച് ബാർ ആണ് 3, ദെൻ അതിനെക്കാട്ടിയും കൂടുതലായിരിക്കും അല്ലേ, 3.0468. എച്ച് സ്റ്റാർ എപ്പോഴും എന്തായിരിക്കും, എച്ച് സ്റ്റാർ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ എച്ച് ബാർ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസേഴ്സ്. ഓക്കെ.